നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ തൊഴിലിടത്തിലേക്ക് നമ്മുടെ ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ നമ്മൾ ജോലിക്കെടുക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ തൊഴിലുടമയായ നമ്മളും പാലിച്ചേ പറ്റൂ. അതായത് ഈ തൊഴിലാളിയുടെ ആധാർ അടക്കമുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് UDI പോർട്ടലടക്കം അതിൽ സ്കാൻ ചെയ്ത് വരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ ഈ തൊഴിലാളി അസമിൽ നിന്നോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്നോ ആണെങ്കിൽ പൂർണ്ണ വിലാസവും ഫോൺ നമ്പറും ഒക്കെ കൃത്യമായി വാങ്ങി വയ്ക്കണം. നാട്ടിലെ വിലാസമാണ്. പിന്നെ ഇത്തരം അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവരുടെ ജന്മസ്ഥലത്തെ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടത്തിലെ പോലീസ് സ്റ്റേഷനിലെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിക്കണം ഇങ്ങനൊരു തൊഴിലാളി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ കഴിഞ്ഞ പിണറായി സർക്കാർ കൊണ്ടുവന്നൊരു അതിഥി പോർട്ടലുണ്ട്, അതിഥി തൊഴിൽ രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ജനത്തിന് വലിയ വ്യക്തതയൊന്നുമല്ല. കാരണം 10,000-കണക്കിന് പേരാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് നമ്മുടെ പെരുമ്പാവൂരിൽ പശ്ചിമ ബംഗാളിൽ നിന്നും സമീപ സ്ഥലങ്ങളിൽ നിന്നുമുള്ള 10,000-കണക്കിന് പേരാണ് പെരുമ്പാവൂരിലൊക്കെ വന്നിറങ്ങിയത്. ഇതിൽ എത്ര പേർ പശ്ചിമ ബംഗാളികളുണ്ട്, എത്ര പേർ ബംഗ്ലാദേശികളുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുക ഈ പോർട്ടൽ വഴിയൊക്കെ അസാധ്യമാണ്. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. ഇവിടെ പറയുന്ന ഏറ്റവും വലിയ സംഭവം കഴിഞ്ഞ ദിവസമാണ്. എറണാകുളത്ത് നിന്നും പിന്നെ കൊല്ലത്തെ കരുതാപ്പള്ളിയിൽ നിന്നും 2 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേരുടെയും കയ്യിലുള്ളതെല്ലാം വ്യാജ രേഖകൾ. 2 പേരും ബംഗ്ലാദേശികൾ അല്ലേ? ബംഗാളികളല്ല. നമ്മൾ അവരെ എളുപ്പത്തിൽ ബംഗാളി എന്ന് വിളിക്കും. അവർക്ക് ക്രെഡിറ്റാണ്. ബംഗ്ലാദേശികളാണ്. അതെ. നിയമവിരുദ്ധമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നമ്മുടെ അനധികൃതമായി നുഴഞ്ഞു കയറിയ നിരവധി പേരിൽ 2 പേർ പിടിയിലായി. ബാക്കി എത്ര പേർ പിടിയിലാകാൻ കിടക്കുന്നു? അല്ല, അതൊരു വലിയ നെറ്റ്വർക്കാണ്. അത് ഈ കൊല്ലത്തുനിന്ന് പിടിയിലായ ആളിനെ കുറിച്ചും എറണാകുളത്ത് നിന്ന് പിടിയിലായ കുറുപ്പുംപടിയിൽ നിന്ന് പിടിയിലായ ആളിനെ കുറിച്ചും വിശദമായി പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ATS, അതെ, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്. അപ്പോൾ ആ മനസ്സിലാക്കിയതിൽ നിന്ന് തന്നെ ഇതൊരു വലിയ നെറ്റ്വർക്കാണെന്ന് ഉള്ള ഒരു ഉറപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടരന്വേഷണം നടക്കുകയാണ്. ഇനിയും കൂടുതൽ പേർ പിടിയിലാകാൻ സാധ്യതയുണ്ട്. അതായത് ഏതാനും ദിവസം മുമ്പ് കൊല്ലത്ത് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു സ്ത്രീയെയും 2 മക്കളെയും പിടികൂടിയിരുന്നു. മുംതാസ് എന്നാണ് അവരുടെ പേര്. അവരുടെ 2 മക്കൾ കൊച്ചുകുട്ടികൾ, വലിയ ഒരുപാട് തീരെ ചെറിയ കുട്ടികളല്ല, എന്നാൽ 18 വയസ്സിന് മേളിലുള്ളവരുമല്ല. അപ്പോൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ ഭർത്താവ് മുങ്ങി. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഈ 2 മക്കളെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ സംശയം തോന്നിയ പോലീസ്, ആ സംശയം തോന്നാൻ ചില കാരണങ്ങളുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു, അല്ല അവർക്ക് 3 മക്കളുണ്ട്, ഇടയ്ക്കൊരു പയ്യൻ ഇവിടെ വന്നിട്ട് പോകും എന്നൊക്കെയുള്ള ചില ഇൻഫർമേഷൻസ് കിട്ടി. പോലീസിന് അങ്ങനെയാണല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് നേരിട്ട് അന്വേഷിക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് വേറൊരു വഴിക്ക് അന്വേഷിക്കും. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് അല്ലാതെ വിവരങ്ങൾ കിട്ടും. അപ്പോൾ ആ വിവരങ്ങൾ വെച്ച് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരുടെ 19 വയസ്സുള്ള മകൻ കരുനാഗപ്പള്ളിയിലെ ഒരു മദ്രസയിൽ പഠിക്കുകയാണ്. ഇവരെല്ലാം വ്യാജ ആധാർ കാർഡും രേഖകളും ഉപയോഗിച്ചാണ് ഇവരിവിടെ കഴിയുന്നത്. അതായത് ബംഗാളികളാണ് എന്നുള്ള നാട്യത്തിലാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ ഈ കരുനാഗപ്പള്ളി പുത്തൻതെരുവിലെ ശരീഅത്ത് ഇസ്ലാം ജമാഅത്ത് മദ്രസയിൽ പഠിക്കുന്ന ഇവരുടെ മകൻ ബംഗ്ലാദേശിയായ അർമാൻ, 19 വയസ്സ്, അയാളെ പിടികൂടി. ഇയാളുടെ ശരിക്കുള്ള പേര് അർമാൻ എന്ന് തന്നെയാണോ എന്ന് വ്യക്തമല്ല. അത് ആകാനാണ് സാധ്യത. ഈ അർമാൻ്റെ ശരിക്കുള്ള ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഹിറ മൻസിൽ ഷാജഹാൻ എന്ന ഒരു അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആധാർ കാർഡും അയാളുടെ കയ്യിലുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള രേഖകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. അതിൽ ഇയാളുടെ പേര് പറയുന്നത് മുഷീർ ഖാൻ എന്നാണ്. അർമാൻ അഥവാ മുഷീർ ഖാൻ. മിക്കവാറും ഈ അർമാൻ എന്നുള്ളത് ഇന്ത്യയിൽ വന്നതിന് ശേഷം വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് ഇയാൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ വ്യാജമായി ഉണ്ടാക്കിയെടുത്ത ഐഡൻറ്റിറ്റി ആയിരിക്കണം. ഈ മുംതാസ് എന്നുള്ള പേര് പോലും ശരിയാണോ എന്ന് സംശയമുണ്ട് ഇയാളുടെ അമ്മയുടെ.
ഈ മുഷീർ ഖാൻ അഥവാ അർമാനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് ഒരു സംഭവം. രണ്ടാമത്തത്, പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ നിന്ന് രേഖകളൊന്നുമില്ലാത്തൊരു ബംഗ്ലാദേശിയെ പൊക്കി. അയാളുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. അയാളുടെ പേര് മുഹമ്മദ് റാത്തോൺ ഇസ്ലാം. സത്യസന്ധനാണല്ലേ, വ്യാജ കാര്യങ്ങളൊന്നും കയ്യിലില്ല. ഇയാൾ അവിടെ ഈ പെരുമ്പാവൂരിലെ വണ്ടമറ്റത്തെ ഒരു സ്വകാര്യ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. നമുക്കറിയാം പെരുമ്പാവൂരിൽ ധാരാളം പ്ലൈവുഡ് കമ്പനികൾ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ അന്യസംസ്ഥാന തൊഴിൽ വരുന്നതും ഈ ജോലി എടുക്കുന്നതും ആ മേഖലയിലാണ്. ഈ പെരുമ്പാവൂർ തന്നെ ഒരു മിനി ബംഗ്ലാദേശായി മാറിയിരിക്കുകയാണ്. അറിയാം, ഇപ്പം അവിടുന്ന് ഒരുപാട് പേര് മടങ്ങി പോയിട്ടുണ്ട്. പക്ഷെ കുറേ പേര് പോയിന്റ് ഇരട്ടി തിരിച്ചു വന്നോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. ഈ മുഹമ്മദ് റാത്തോൺ ഇസ്ലാമിനെ ATS തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളിൽ നിന്നുള്ള ബംഗ്ലാദേശിലെ തിരിച്ചറിയൽ രേഖകൾ പിടിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ജോലിക്കായിട്ട് വന്നതായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവരൊന്നും അതിഥി തൊഴിലാളികളല്ല. ഈ അതിഥി തൊഴിലാളി എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്. അതായത് ഈ ഇരട്ടച്ചങ്കൻ അതിഥി തൊഴിലാളി എന്ന് വിളിച്ച് ഇവരെ ഓമനിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ അതിഥി വോട്ടർമാർ കൂടിയാണ് എന്നാണ്. ഇവരെ കേരളത്തിൽ വ്യാപകമായിട്ട് CPM വോട്ട് ചെയ്യാൻ, കള്ള വോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു പ്രകടനമൊക്കെ കണ്ടല്ലോ ഇലക്ഷൻ സമയത്ത് പെരുമ്പാവൂർ ഭാഗത്ത്. അതെ അതെ, CPM-ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF-ന് മുദ്രാവാക്യം വിളിച്ച് ഏതാണ് വിളിക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതെ, UDF-നും കോൺഗ്രസിനും മുദ്രാവാക്യം വിളി, പിടിച്ചിരിക്കുന്ന ചുവന്ന കൊടി, സംസാരം ഹിന്ദിയിൽ. ഈ ഇപ്പോൾ അറസ്റ്റിലായ അർമാൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഈ അർമാൻ മുംതാസിൻ്റെ മകൻ. ഇവർ ചാലക്കുടിയിലാണ് ആദ്യം താമസിച്ചത്. പിന്നീട് ഓച്ചിറയിൽ വന്നു. ഈ ഓച്ചിറയിൽ താമസിക്കുമ്പോൾ അവിടെ കുലശേഖരപുരം പഞ്ചായത്തിലെ കൊച്ചാലുംമൂട്ടിലാണ് താമസിച്ചത്. അവിടെ താമസിക്കുമ്പോഴാണ് ഈ മകനെ ഇവിടെ ചേർത്തത് മദ്രസയിൽ. എന്നിട്ടാണ് ഇവർ കൊട്ടാരക്കരയ്ക്ക് മാറിയത്. ഈ കൊട്ടാരക്കരയിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ അവരോടൊപ്പം ഉണ്ട്. അത് അവരുടെ മക്കൾ തന്നെയാണ്. ഈ ഒരുപാട് ഇവരെ ആഴത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് മകൻ ഇങ്ങനെ പുത്തൻതെരുവിലെ ശരീഅത്ത് ഇസ്ലാം മദ്രസയിൽ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഇവർ സമ്മതിച്ചത്. മുഷീർ ഖാൻ എന്നാണ് പേര്, അർമാൻ എന്നും വിളിക്കും എന്നൊക്കെ ഇവർ പറഞ്ഞു. ഇവരെ ഭർത്താവ് മുങ്ങിയിരിക്കുകയാണ്. ഈ ഭർത്താവും ഇവരും മക്കളും 3 മക്കളും കൂടെ ചേർന്നാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവരെ ഭർത്താവ് മുങ്ങിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ പേര് പുറത്ത് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വിവരങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇയാൾ മടങ്ങി ബംഗ്ലാദേശിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാ. മനസ്സിലായില്ലേ? ഈ ഭർത്താവ് എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം. ഇതിലൊരു വിഭാഗം ജോലി തേടി വരുന്നവരുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും മുഹമ്മദ് റാത്തോൺ ഇസ്ലാം പെരുമ്പാവൂരിൽ അങ്ങനെ ജോലി തേടി വന്നതായിരിക്കും. കാരണം അയാളുടെ എല്ലാം ഒറിജിനൽ രേഖകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനാണെങ്കിൽ ആ ഒറിജിനൽ കയ്യിൽ വയ്ക്കില്ല. പക്ഷേ ഇവരെക്കുറിച്ച്, ഈ മുംതാസിനെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അല്ല, ഇവരെ ഒരു വിഭാഗം ബംഗ്ലാദേശിൽ നിന്നും പട്ടിണിയൊക്കെ സഹിക്കാൻ വയ്യാതെ അങ്ങനെ വരുന്നവരുണ്ട്. വയലും ചതുപ്പൊക്കെ കടന്ന് നമ്മുടെ പശ്ചിമ ബംഗാളിലേക്ക് വരുന്നു, അവിടെ ജോലി തേടുന്നു. അവിടെ നിന്നും ഏതെങ്കിലും ഒരു ഇടനിലക്കാരൻ വഴി ഈ പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് വന്നതാകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം വ്യക്തമായി ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നവരെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും മനസ്സ് മാറ്റി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ഇങ്ങോട്ട് വിട്ടതുമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന ശേഷം ഏതെങ്കിലും ഒരു റാഡിക്കൽ ഗ്രൂപ്പുമായിട്ടാണ്. കാരണം പെരുമ്പാവൂർ നമുക്കറിയാലോ, ബംഗ്ലാദേശ് കോളനിയുണ്ട്, നഗറുണ്ട്, അവർക്ക് അവിടെ അസോസിയേഷനുണ്ട്. പിന്നെ അവർക്ക് ഇല്ലാത്തതായിട്ടൊന്നുമില്ല അല്ലേ? മിക്കവാറും എല്ലാ പള്ളികളിലുമൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവർ ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് വന്ന് പശ്ചിമ ബംഗാളിൽ എത്തി കേരളത്തിലേക്ക് വന്ന് പെരുമ്പാവൂരൊക്കെ വന്ന് ജോലി തേടിയിട്ട് പിന്നെ അവരൊരു റാഡിക്കൽ ഗ്രൂപ്പുമായിട്ടൊക്കെ ചേർന്ന് അവിടെ മനസ്സ് മാറ്റിയെടുക്കുകയും അങ്ങനെ അവർ പണമുണ്ടാക്കാൻ, അല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു പണമുണ്ടാക്കാനുള്ളൊരു എളുപ്പമാർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. അങ്ങനെ വെറുതെ പണമുണ്ടാക്കാൻ മാത്രമായിട്ട് വരുന്നവരും അല്ല ഇതിനകത്ത്. ഇപ്പോൾ ഈ മുംതാസിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഈ മുംതാസും ഭർത്താവും ഒരു ഏജന്റുമാരാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ വഴി ഒരുപാട് ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, കേരളത്തിലേക്ക് വരുന്നുണ്ട്.
ഇത് ഇടനിലക്കാർ, കേരളം ശരിക്കും റിക്രൂട്ട് ചെയ്യുന്നവർ, ബംഗ്ലാദേശികളുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ് കേരളം. കേരളത്തിൽ വന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. ഈ എറണാകുളത്ത് വന്നതിന് ശേഷം അവിടുന്ന് ഇവരെ പല ഏജൻറ്റുമാർ ഇവരെ കൈമാറ്റം ചെയ്ത് ഇവരെ പല സ്ഥലത്തും ജോലിക്ക് കൊണ്ടുപോവാം. ഇവരെ ഈ ജോലിക്ക് വന്നവർ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഇവർക്ക് ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇനി ചോദ്യം ചെയ്യലിൽ അറിയേണ്ടിയിരിക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ മുംതാസും ഭർത്താവും ഏജന്റുമാരാണ് എന്ന് പോലീസ് ന്യായമായും സംശയിക്കുന്നുണ്ട്. പെരുമ്പാവൂർ, എറണാകുളം, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ, എന്തിനേറെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ അകലെയുള്ള കിഴക്കേക്കോട്ട, ആ കിഴക്കേക്കോട്ടയുടെ മുന്നിൽ പോലും ഗാന്ധി പാർക്കിലടക്കം പുലർച്ചെ 6 മണി തൊട്ട് ഇവരെല്ലാം വന്ന് സംഗമിക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ ഈ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ലേലം വിളിയാണ്. 600 രൂപ, 700, ഇന്ന ജോലിയാണ്. എറണാകുളത്ത് ആലുവയിൽ, കലൂരിൽ നമ്മളിത് പറയുമ്പോൾ എറണാകുളത്ത് ആലുവയിലും കലൂരിലും വൈറ്റ്ലയിലും ഒക്കെ ഇത്തരത്തിലുണ്ട് ലേലം വിളിച്ച് അവർക്ക് ആവശ്യമുള്ള അത്രയും പേര് ഒരു വണ്ടി കയറ്റി അവരെ കൈക്കോട്ട് കൊണ്ടുപോകുന്നു, അന്നത്തെ ജോലി ചെയ്യുന്നു, അവരെ തിരിച്ചു വിടുന്നു, ഉള്ള പൈസ കൊടുക്കുന്നു, തിരിച്ചു വിടുന്നു. അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ രാവിലെ വന്ന് ലേലം വിളിച്ച് ആളെയും കൊണ്ടുപോകും. വേറൊരു വിഭാഗമാണ് ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കാൻ, ആഹാരം ഉണ്ടാക്കാനും ഒക്കെ അങ്ങോട്ട് മാറുന്നത്, ഈ പ്രൈവറ്റ് ഫാക്ടറികളിൽ. അപ്പോൾ ഇത് ഈ ആസാമിൽ നിന്ന് വരുന്നവരുടെ എണ്ണം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആസാമിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നവരും ഒന്നുകിൽ റോഹിംഗ്യകളോ ബംഗ്ലാദേശികളോ ആണ്. അവിടെ നുഴഞ്ഞു കയറിയിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ നേരത്തെ ഈ പെരുമ്പാവൂര്, വടക്കംപറവൂര് ഒക്കെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര പേരെയാണ് പിടിച്ചത്. ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, കേരള പോലീസ് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന് അതിർത്തി കടത്തി വിടുകയാണ്. മുർഷിദാബാദിൽ അതിർത്തി കടത്തി ഇവരെ അങ്ങോട്ട് വിടും. ഇവരങ്ങോട്ട് പോയിട്ട് 24 മണിക്കൂറിനുള്ളിൽ കറങ്ങി തിരിഞ്ഞു വേറെ ഏതെങ്കിലും ഒരു അതിർത്തി കൂടെ തിരിച്ച് ബംഗാളിലേക്ക് തന്നെ വരും. ഇപ്പോഴും സാധ്യമല്ല, ഇപ്പൊ അതിർത്തി സീൽ ചെയ്തല്ലോ. അതെ, സുവേന്ദു അധികാരി അവിടെ ജയിച്ച് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവരെ കേരള പോലീസ് ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല. ബംഗ്ലാദേശിയാണ് എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്നു. ഇവർ വരിക എന്നുള്ളതല്ല, ഇവരെ കൊണ്ടുവരിക എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ ചോട്ട നേതാക്കന്മാരുടെ ദൗത്യമായിരുന്നു. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കേരളത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത് CPM-ന്റെ തന്നെ താല്പര്യത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഈ അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് ഇവരെ എങ്ങനെ ഇതിനകത്തുള്ള അപകടം അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിഞ്ഞു. ഇവര് ഈ ഇന്ത്യക്കാരല്ല, ബംഗ്ലാദേശികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ? എനിക്ക് സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻ്റലിജൻസ് DGP-യും ഇൻ്റലിജൻസ് IG-യും മുഖ്യമന്ത്രിയുടെ അടുക്കലല്ലേ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ അടുക്കൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയല്ലേ. അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഈ വിവരങ്ങളൊക്കെ അവർ കൊടുക്കാതിരിക്കുമോ? അവരത്ര മോശക്കാരാണോ? അത്രയ്ക്ക് മോശമാണോ കേരള പോലീസ്? അല്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ അടുത്ത് എത്തിയിട്ടും ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് താലോലിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇതിൽ പിന്നെ വേറൊരു കൊടുക്കൽ വാങ്ങൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു സാമ്പത്തിക വശമുണ്ട്. അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതൊക്കെ മിക്കവാറും ഇവർ ചെറുപ്പക്കാരൊക്കെ ഒരു 10, 15, 20 പേര് ഒരു ഷെഡ് അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് തുച്ഛമായ പൈസയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വരുന്ന കാശൊക്കെ ഇളുത്ത് വാങ്ങുന്നുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ, നമ്മുടെ മലയാളികളായ നല്ല മനസ്സുള്ള വീട്ടുടമസ്ഥരൊക്കെ. പക്ഷേ ഇവർ വാങ്ങുന്നത് എന്താണ്? ഇവർ 1000 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് പണിയെടുത്ത് വൈകുന്നേരം വന്നിട്ട് എല്ലാവരും കൂട്ടായി ഒരു ഉരുളക്കിഴങ്ങോ കുറച്ച് വളരെ കുറച്ച് സബ്ജിയൊക്കെ വാങ്ങിച്ച് ആ ഒരു എക്കണോമിക്കലി വയബിൾ ആയിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഒരു ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു. ബാക്കി പണം നാട്ടിലേക്ക് അയക്കുന്നു. അപ്പം മലയാളി കൊടുക്കുന്ന പറഞ്ഞിട്ടില്ലേ, 1 ലക്ഷം കോടി രൂപയുടെ ദേശീയപാത നിർമ്മാണമാണ് കേരളത്തിൽ നടന്നത്. അതിലൊരു 25,000 കോടി രൂപയെങ്കിലും ഈ തൊഴിലിനത്തിൽ കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൂലി 90% പോയിരിക്കുന്ന എങ്ങോട്ടാണ്? ഇതുപോലെ ബംഗാളിലേക്കോ ബംഗ്ലാദേശിലേക്കോ ആണ്. നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നമ്മൾ ഒരുപാട് ഇവിടെ മലയാളി ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്ന് കൊടും ചൂടിൽ അവിടെ എന്താ പറയുക അത്യധ്വാനം ചെയ്യുന്നു, ചെയ്തുണ്ടാക്കുന്ന കാശ് നാട്ടിലേക്ക് അയക്കുന്നു. ഇതേ ആൾക്കാർക്ക് കേരളത്തിൽ നിന്ന് ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പണി ചെയ്തിരുന്നെങ്കിൽ അവർക്കത് ഈ ഗൾഫിൽ പോയി കിടന്ന് സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ സമ്പാദിക്കാമായിരുന്നു. 25,000 കോടി രൂപ എന്ന് പറയുന്നത് ചെറുതാണോ? സംസ്ഥാനത്തിൻ്റെ
ഈ പറയുന്ന നമ്മുടെ ഇത്രയും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന, കടക്കണിയിൽ പെട്ട് ഉഴലുന്ന, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് 25,000 കോടി രൂപ കേരളത്തിൽ, ആ 25,000 കോടി രൂപയിൽ ഞാൻ പറയട്ടെ ഒരു 80-85% അങ്ങോട്ട് പോയിട്ടുണ്ട്. വളരെ തുച്ഛമായ തുക മാത്രമേ അവരിവിടെ ഭക്ഷണത്തിന് ചിലവാക്കിയിട്ടുള്ളൂ. ഈ നമ്മുടെ മലയാളികൾ, പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട്, വിദേശത്ത് പോയിട്ട് ആ അയക്കുന്ന പണം ഇവിടെ അവരെ കുടുംബം എടുത്ത് കൊടുക്കുന്ന ഈ ബംഗാളി ജോലിക്ക് വെച്ചിട്ടാണ്. അതെ, അവരെ പല സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം പുരയിടത്തിൽ ഈ ബംഗാളി ബംഗാളിയെ കൊണ്ടാണ് അവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ആ പണം, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പണം പ്രവാസിയുടെ വിയർപ്പാണ്. ആ വിയർപ്പ് ഇവിടെ കൊടുക്കുന്നു, ഇവർ മേലനങ്ങാതെ എടുത്ത് ബംഗാളി കൊടുക്കുന്നു, ഈ ബംഗാളി എടുത്ത് അവന്റെ നാട്ടിലേക്ക് അയക്കും. എന്തായാലും ഈ മുംതാസ് ഒരു ഏജന്റാണെന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതാണ്ട് പോലീസിന് ഉറപ്പായിട്ടുണ്ട് അത് സംബന്ധിച്ച്. ഇല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് മുങ്ങേണ്ട കാര്യമില്ല. വെറുതെ തൊഴിലെടുക്കാൻ വന്നവരാണെങ്കിൽ ഈ മുഹമ്മദ് റാത്തോൺ ഇസ്ലാമിനെ പോലെ ഉള്ള രേഖകളൊക്കെ കാണിച്ച് അവർ നിയമപരമായി ഡീപ്പോർട്ട് ചെയ്യാൻ വിധേയരാകും, ഡീപ്പോർട്ടിന്. ഇതങ്ങനെയല്ല, ഇയാൾ ഇവിടുന്ന് മുങ്ങിയിരിക്കുന്നു, ഇയാൾ എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വലിയ അപകടമാണ്. മാത്രമല്ല കാസർഗോഡ് നിന്ന് മുമ്പ്, ഏതാണ്ട് 1 വർഷം മുമ്പ്, നമ്മുടെ അൽ ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡറെയാണ് കാസർഗോഡ് നിന്ന് ആസാം പോലീസ് വന്ന് പൊക്കിയത്. അതുപോലെ മറ്റു പല ഈ അൽ ഖ്വയ്ദ പോലെയുള്ള പല വിധ്വംസക സംഘടനകൾക്കും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പല സ്ലീപ്പർ സെല്ലുകളും കേരളത്തിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബംഗ്ലാദേശികൾ. അതുകൊണ്ട് തന്നെ ഈ മുംതാസിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ അന്വേഷണം, കർശനമായ അന്വേഷണം വേണ്ടതാണ്. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ വി ഡി സതീശൻ്റെ ബജറ്റിൽ പോലും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്താൻ, അതായത് കേന്ദ്ര സർക്കാർ വി ജി റാംജി എന്നൊരു പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദലായിട്ട് കൊണ്ടുവന്നു, വേതനം വെട്ടിക്കുറച്ച്. പക്ഷേ അത് പിടിച്ചു നിർത്താനായിട്ട് കുറേ തുക വകയിരുത്തിയിട്ടുണ്ട്. നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നമുക്ക് നിർബന്ധം വേണം. പക്ഷേ തൊഴിലെടുക്കാൻ മലയാളിക്ക് പറ്റില്ല. ഈ ഉറപ്പ് കിട്ടണം മലയാളിക്ക് തൊഴിലുണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഉറപ്പുമില്ലാതെയാണ് ഈ ബംഗാളിയും ആസാമിയും ബംഗ്ലാദേശികളുമൊക്കെ ഇവിടെ വന്ന് നമ്മൾ പറഞ്ഞില്ലേ, കാസർഗോഡ് മുതൽ പാറശാല വരെ, കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത വികസനത്തിൽ, ആ റോഡ് വികസനത്തിലൊക്കെ ഒരു വെയിലത്ത് പണിയെടുക്കുന്നതും പണം ഉണ്ടാക്കുന്നതും നാട്ടിലേക്ക് അയക്കുന്നു. അവന്റെ ഈ പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ്, പക്ഷേ അതിന്റെ ശോഭ കെടുത്തുന്നതാണ് ഈ ബംഗ്ലാദേശികളുടെ കടന്നുവരവ്. പക്ഷെ നമുക്ക് അപ്പോഴും നമ്മൾ ഇതൊരു വലിയ സുരക്ഷാ പ്രശ്നമാണ്. കേരളം വളരെ വളരെ ആഴത്തിൽ ചിന്തിച്ച് നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവവും കാണിക്കരുത്. കാണിച്ചാൽ അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. അതിഥി എന്ന പരിഗണന കൊടുക്കരുത്. ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവരെ നമുക്കൊരു പരിഗണന കൊടുക്കാം. അല്ല, പക്ഷേ ബാക്കിയുള്ളവരുടെ കുടുംബമായിട്ട് താമസിക്കുന്നതാകട്ടെ, അല്ലാതെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നതാകട്ടെ, അത് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. 1. 2, ഇത് അതിഥികളല്ല, അവരിവിടെ പണിയെടുക്കാൻ വന്നവരാണ്, അധ്വാനിക്കാൻ വന്നവരാണ്. അവരെ അങ്ങനെ കണ്ടാൽ മതി. ബംഗാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ബംഗ്ലാദേശികൾ വരുമ്പോൾ അത് വിഷയമാണ്. അത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പുതിയ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അതിശക്തമായി, മാത്രമല്ല ഇവരുടെ ഇടയിലൊക്കെ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലയിടത്തും പിടിച്ചല്ലോ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പലരെയും ഓട്ടിച്ചിട്ട് പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ത്രെട്ടാണ്. തീർച്ചയായിട്ടും കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാണിച്ച അലംഭാവം കാണിക്കരുത്. പോലീസ് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അതിശക്തമായ കർശനമായ നടപടികളിലേക്ക് പോകണം.